നിലമ്പൂരിൽ കനത്ത മഴയാണ്, മോശം കാലാവസ്ഥയാണ്. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണ് എന്നാണ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. ആ മോഹൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് നോബിൾ മാത്യുവും ഉണ്ട് അദ്ദേഹത്തോടൊപ്പം. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ? തികച്ചും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയായി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പ്രചരണമൊക്കെ നടത്തി. അതിനുശേഷം എന്താണ് ഏറ്റവും ഒടുവിലെ പ്രതീക്ഷ? ഞങ്ങൾ ശുഭപ്രതീക്ഷയിലാണ്. എത്ര വോട്ടാണ്? വോട്ട് ജനങ്ങളല്ലേ കഴിയുന്നത്. ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയിലാണ്. ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് വളരെ കാര്യമായ മുന്നേറ്റം ഉണ്ടാവും. BJPക്ക് ഞങ്ങൾ വിജയിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നിലമ്പൂർ വികസിപ്പിക്കണം, അതാണ് ഞങ്ങളുടെ ഒരാവശ്യം. ഞങ്ങളതാണ് മുന്നോട്ട് വെക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർജി ഞങ്ങളുടെ പ്രകടന പത്രിക ഇറക്കിയല്ലോ. നിലമ്പൂരിന്റെ വികസനമാണ് ഞങ്ങൾ ഊന്നുന്നത്. ആ വികസനത്തിൽ ഊന്നിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം ഈ ആദ്യഘട്ടത്തിൽ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്ന് ഇടതും വലതും ഒക്കെ പറഞ്ഞു. അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു ആ പ്രചരണത്തേക്ക്? ഒക്കെ വെറുതെ വ്യാജ പ്രചരണമാണെന്നും തമാശ പറയുന്നതാണെന്നും ഒക്കെ ജനങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ആരുടെയും സ്പോൺസേഡ് സ്ഥാനാർത്ഥിയില്ല, ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഈ 2016 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്നു, 12,000-ഓളം വോട്ട് BJPക്ക്. അതിനുശേഷം കഴിഞ്ഞ തവണ കുറയുകയാണ്. അന്ന് BDJS ആണ് മത്സരിച്ചത് 2016. ഇത്തവണ വോട്ട് കണക്കൊരു എടുത്തിട്ടില്ലേ? എങ്ങനെയാണ്? ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുടുംബയോഗങ്ങൾ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ തുഷാർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് 100-150 പേർ കൂടുന്ന കുടുംബയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ സജീവമാണ് നിലമ്പൂർ. എല്ലാ നേതാക്കളും ഉണ്ടോ? അങ്ങനെയൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാവരും നിലമ്പൂരിലുണ്ട്. വി മുരളീധരൻ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ എല്ലാവരും വന്നു പോയി.